ഹലോ, വെൽക്കം ടു മൈ ന്യൂ വ്ളോഗ്. ഇന്നൊരു ബുധനാഴ്ച ദിവസമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്കിന്ന് ഈ റോഡിൽ മാർക്കറ്റുള്ള ദിവസമാണ്. ആഴ്ചയിൽ ഒരു ദിവസം നമുക്കിവിടെ മാർക്കറ്റ് ഉണ്ട് കേട്ടോ. നമുക്ക് വെജിറ്റബിൾസൊക്കെ നമ്മൾ അവിടെ നിന്നാണ് വാങ്ങുന്നത്. വെജിറ്റബിൾസിൻ്റെ മാത്രമല്ല എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും. അപ്പോൾ ഇപ്പോൾ ഏകദേശം 2 മണിയായപ്പോൾ അവർ മാർക്കറ്റ് റെഡിയാക്കുവാണ്. ഇനി ഞാൻ വൈകിട്ടത്തേത് കാണിച്ചു തരാം. ഒരു വൈകിട്ട് 7:30 ഒക്കെ ആയപ്പോഴത്തേനുള്ള ആ ഒരു കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. വണ്ടികളൊക്കെ കുറവായിരിക്കും കേട്ടോ ആ ഒരു ടൈമിൽ ഇതുവഴി പോകുന്നത്. അത്യാവശ്യം നല്ല കാറ്റുള്ള സമയമാണ്. ഇത് നമ്മുടെ തണുപ്പിൻ്റെ ബ്ലാങ്കറ്റൊക്കെയാണ്. ഇപ്പോൾ തണുപ്പ് കുറഞ്ഞത് കൊണ്ട് ബ്ലാങ്കറ്റിനൊക്കെ കുറച്ച് വിലയൊക്കെ കുറഞ്ഞിട്ടുണ്ടാവും. ഇതിപ്പോൾ തിരക്ക് കാണാത്തത് ആ ഒരു 7:30 സമയം ആയതുകൊണ്ടാണ്. ഒരു 9-9:30 ടൈമിൽ അത്യാവശ്യം കുറച്ച് നല്ല രീതിയിൽ തിരക്ക് കാണും. അപ്പോൾ ഞങ്ങൾ ബാൽക്കണിയിൽ നിൽക്കുമായിരുന്നു. നക്ഷത്ര മാർക്കറ്റൊക്കെ ഒന്ന് കാണിക്കുമായിരുന്നു. അവൾ ക്യാപ്പ് വെച്ച് നിൽക്കുന്നേ ഉണ്ടായിരുന്നില്ല. ക്യാപ്പ് ഊരി മാറ്റുമായിരുന്നു. നല്ല കാറ്റുള്ളപ്പം ക്യാപ്പ് നമ്മൾ വെച്ചില്ലെങ്കിൽ ഈ കാറ്റത്ത് നമുക്ക് പെട്ടെന്ന് ജലദോഷം പിടിക്കുവേ. അപ്പോൾ അത് ഇങ്ങനെ നോക്കിക്കൊണ്ടൊക്കെ നിൽക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് മാർക്കറ്റിൽ പോകണം. ഈ മാർക്കറ്റ് ശരിക്കും പറഞ്ഞാൽ രാത്രിയിൽ ഒരു 11:30 വരെ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുവേ. ലാസ്റ്റ് ടൈമിലൊക്കെ ചെല്ലുവാണെങ്കിൽ കുറേ വിലക്കുറവിനൊക്കെ സാധനങ്ങൾ കിട്ടും. പക്ഷേ നല്ലതാവണമെന്നില്ലായിരിക്കും, തിരിഞ്ഞതൊക്കെ ആയിരിക്കും കിട്ടുന്നത്. ഇവരൊക്കെ മാർക്കറ്റിൽ പോയിട്ട് പോവുകയാണ്. ആ ട്രോളിക്കകത്തൊക്കെ വെജിറ്റബിൾസും സാധനങ്ങളും ഒക്കെ ആയിരിക്കും. അങ്ങനെ നക്ഷത്രക്കുട്ടിയെ അമ്മയും പപ്പയും ഏൽപ്പിച്ചിട്ട് ഞാനും സജീഷ് ചേട്ടനും കൂടെ മാർക്കറ്റിലോട്ട് പോയി. അത്യാവശ്യം കുറച്ച് സാധനങ്ങളെ വാങ്ങാനുള്ള ഈ പ്രാവശ്യം നമുക്ക്. അങ്ങനെ ബീൻസും ക്യാരറ്റും വാങ്ങാനായിട്ട് ഞാൻ ഇവിടെ വന്നതാണ്. എല്ലാം നല്ല ഫ്രഷ് സാധനങ്ങൾ, നല്ല രീതിയിൽ അവരത് വൃത്തിയാക്കി, നമുക്ക് കാണുമ്പോൾ ഉള്ള വൃത്തി നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് നല്ല രീതിയിലൊക്കെ വാഷ് ചെയ്യും. എങ്കിലും നല്ല മനോഹരമായിട്ട് അവരത് സെറ്റ് ചെയ്തെല്ലാം വെച്ചിട്ടുണ്ട്. പിന്നെ വെജിറ്റബിൾസിനൊക്കെ നല്ല വിലക്കുറവുള്ള സമയമാണ്. ഇപ്പോൾ ഇവിടെ ഈ ക്യാരറ്റിൻ്റെ സമയമാണ്. അപ്പോൾ 1 കിലോ ഞാൻ വാങ്ങിയായിരുന്നു. 1 കിലോ 20 റുപ്പീസ് ആയിരുന്നു. അതുപോലെ തന്നെ ബീൻസിനും ഒക്കെ വിലക്കുറവാണ്. അത്യാവശ്യം നല്ല ഫ്രഷ് സാധനങ്ങൾ തന്നെയാണ് കേട്ടോ നമുക്കിവിടെ കിട്ടുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇത് ഭയങ്കര ഹെൽപ്ഫുള്ളായി. എല്ലാ ആഴ്ചയിലും വരുന്നത് കൊണ്ട് നമ്മൾ വേറെ പ്രത്യേകിച്ച് എങ്ങും ദൂരെ എങ്ങും പോയി വെജിറ്റബിൾസ് ഒന്നും വാങ്ങണ്ട. അങ്ങനെ പിന്നെ ഒരു ബലൂണിൻ്റെ ഒരു അങ്കിളിനെ കണ്ടപ്പോഴത്തേന് നക്ഷത്രയ്ക്ക് വാങ്ങാനായിട്ട് അവിടെ നിന്നതാണ്. പക്ഷേ ബലൂൺ പിന്നെ അവൾ കടിച്ച് പൊട്ടിച്ച് വായിൽ പോയാലോ എന്ന് പേടിച്ചിട്ട് അത് വാങ്ങിയില്ല. അപ്പോൾ ഈ ബോള് പോലത്തെ എന്താണെന്ന് ചോദിച്ചപ്പോൾ ആ അങ്കിളിങ്ങനെ കറക്കി കാണിക്കുകയാണ് ഇതിങ്ങനെ ലൈറ്റ് കത്തുന്നതാണെന്ന്. പക്ഷേ ഇങ്ങനെയുള്ളവരുടെ കയ്യിൽ പോലും ഗൂഗിൾ പേ വരെ വർക്ക് ചെയ്യുന്നുള്ളതാണ് എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം. അപ്പോൾ അത്രയൊക്കെ ഡെവലപ്പായി ആൾക്കാർ ശരിക്കും പറഞ്ഞാൽ. പിന്നെ നമുക്ക് ഉള്ളിയും സാധനങ്ങളൊക്കെ വാങ്ങണമായിരുന്നു. ഇതിങ്ങനെ ആദ്യമൊക്കെ വന്നപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. നാട്ടിൽ നിന്നൊക്കെ വന്ന സമയത്ത് എനിക്കിത് ഭയങ്കര ഇങ്ങനെ ഒച്ചപ്പാടും ബഹളവും ഒക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരുന്നു. പക്ഷേ ഇപ്പം നമ്മൾ അതുമായിട്ടങ്ങ് പൊരുത്തപ്പെട്ടു എന്ന് വേണം പറയാനായിട്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ കുറച്ച് വെജിറ്റബിൾസും കാര്യങ്ങളും നല്ല ഫ്രഷ് ഇലകളൊക്കെ കിട്ടും കേട്ടോ. പാലക്ക് അതുപോലുള്ള ഇലകളൊക്കെ. അതുപോലെ തന്നെ പഴം ഇവിടെ ഇങ്ങനെ ഒരു വണ്ടിയിൽ ഇങ്ങനെയാണ് ഇവിടെ പഴം വെക്കുന്നത്. പിന്നെ നമ്മൾ ഡസൻ കണക്കാണ് പഴം വാങ്ങുന്നത്. ഇപ്പം നമുക്ക് ഒരു പഴം മതി എന്ന് പറഞ്ഞാൽ ആ ഒരെണ്ണം തരും. നമ്മളിപ്പോൾ നാട്ടിലൊക്കെ കടയിൽ പോയി ഒരു പഴം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര പുച്ഛം തന്നെയായിരിക്കും. എനിക്കൊരു പ്രാവശ്യം അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇവിടെ അങ്ങനെയൊന്നുമില്ല. ഡസൻ വേണമെങ്കിൽ ഡസൻ തരും, ഒരെണ്ണം വേണമെങ്കിൽ ഒരെണ്ണം തരും, അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ വെജിറ്റബിൾസ് അത്യാവശ്യം എല്ലാം വാങ്ങിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഫ്രൂട്ട്സിൻ്റെ ഏരിയയിലോട്ട് വന്നു. കുറച്ച് ആപ്പിളും ഗ്രേപ്സും ഒക്കെ വാങ്ങി. ആപ്പിളിനും ഗ്രേപ്സിനും ഒക്കെ ഇപ്പം തണുപ്പ് അങ്ങോട്ട് കഴിയാറാവുന്നത് കൊണ്ട് അത്യാവശ്യം ഫ്രൂട്ട്സിന് നല്ല വിലയാണ്. വെജിറ്റബിൾസിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഫ്രൂട്ട്സിന് കുറച്ച് വില കൂടുതലാണ്. അങ്ങനെ ഇങ്ങനെ ഇത് ഞാൻ ഒന്നും വാങ്ങാൻ വേണ്ടിയല്ല, നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയുള്ള വീഡിയോസൊക്കെ എടുത്തതാണ്. കൂടുതൽ ഇവിടെ പ്രായമായ ആൾക്കാരൊക്കെയാണ് കേട്ടോ ഇതുപോലെ വിൽപ്പനകളൊക്കെ നടത്തുന്നത്. എല്ലാം ഇങ്ങനെ റൊട്ടി ഉണ്ടാക്കുന്ന പാത്രം, ഡ്രസ്സ്, ഷൂ, അതുപോലെ തന്നെ ഫുഡ് ഐറ്റംസ്. ഇത് ചോല ഭട്ടൂര വിൽക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെ ഇരുന്ന് കുറേ ആൾക്കാർ കഴിക്കുന്നു, അവിടെ ഉണ്ടാക്കുന്നു. ഈ ഒരു ടൈമിൽ വിൽക്കുന്ന ഫുഡിനൊന്നും ഒത്തിരി അങ്ങ് വൃത്തിയും കാര്യങ്ങളും ഒന്നും കാണത്തില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങി വീട്ടിലേക്ക് പോവുകയാണേ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റും ചെയ്യണേ. ഓക്കെ, ബൈ.